നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. മര്യാദയ്ക്ക് സത്യം പറയുന്നത് നിനക്ക് നല്ലത്. അതെ, വഴക്ക് വേണ്ട. കളഞ്ഞുപോയെന്നല്ലേ ഇവള് പറഞ്ഞത്. ശരി, നമ്മളത് വിശ്വസിക്കുന്നു. ഇനിയുണ്ടല്ലോ ആഭരണങ്ങള്. അത് മാറ്റും തൂക്കവും നോക്കി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ലോക്കറിൽ കൊണ്ടുവയ്ക്കണം. അതാവുമ്പോ പിന്നെ കളഞ്ഞു പോകത്തില്ലല്ലോ. ആ ശരിയാച്ചാ, അത് മതി. അതാവുമ്പോ ആവശ്യമുള്ളപ്പോ എടുക്കാലോ. അത് വേണ്ട, ആഭരണങ്ങൾ ഞാൻ തന്നെ സൂക്ഷിച്ചോളാം. വേണ്ട, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അതാവുമ്പോ ഇതുപോലുള്ള നുണകള് നിനക്കിനി പറയേണ്ടി വരത്തില്ല. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട. എന്ത് പറ്റി? വിശപ്പില്ല. സുഖമില്ലേ? ആ, നല്ല സുഖമില്ല. അല്ല, പനിയുണ്ടോ? ശരീരത്തിനല്ല, മനസ്സിന് അസുഖം. എന്ത് പറ്റി? എന്താ ഉണ്ടായത്? ഒന്നുമില്ല. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അല്ല, എന്താ ഇപ്പൊ ഇത്ര അത്യാവശ്യം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തു പോകാവുന്നുണ്ടോ? അല്ല, ആ തങ്കച്ചേക്ക് ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കയല്ലേ? ആ ബോധം എനിക്ക് മാത്രം ഉണ്ടായ പോരാ. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഡാഡി എന്തെങ്കിലും പറഞ്ഞോ? ആരും ഒന്നും പറഞ്ഞില്ല. എന്തിനാ പറയുന്നത്? ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെയല്ലേ പെരുമാറുന്നത്. അല്ല, ഇപ്പൊ എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ. സാധാരണ നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കാത്തതാണല്ലോ. ഇപ്പൊ എന്തു പറ്റി? മനസ്സിലെന്തോ സങ്കടമുണ്ട് അല്ലേ? അതെന്താണെന്ന് എന്നോടും കൂടിയൊന്ന് പറഞ്ഞൂടെ? ഒന്നുമില്ല, ഞാനിപ്പോ വരാം. അല്ല, കഴിച്ചിട്ട് നിന്നോടൊന്നും പറയാതെ നിരഞ്ജൻ ഇറങ്ങിപ്പോയി അല്ലേ? അതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ഡാഡി എന്തെങ്കിലും പറഞ്ഞു കാണും. ഏത് നേരം നോക്കിയാലും കുറ്റപ്പെടുത്തലാണല്ലോ ഡാഡിയുടെ സ്ഥിരം ജോലി. എത്രയെന്ന് വെച്ചാ സഹിക്കുക. അപ്പോഴും കുറ്റം എനിക്ക് തന്നെ. സാറേ, അത് കാണിച്ചു കൊടുക്ക്, മനസ്സിലാക്കട്ടെ. നമ്മൾ മാത്രമല്ല, മറ്റു പലരും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കുറ്റപ്പെടുത്തിയിട്ടാണോ അതോ ഇത് കണ്ടിട്ടാണോ നിരഞ്ജൻ ഭക്ഷണം പോലും കഴിക്കാതെ പോയതെന്ന് നീ ഇത് കണ്ടിട്ട് പറയും. ഇതാ നോക്ക്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങളുടെയൊക്കെ പിന്നാലെ വേറെ ആളുകളുണ്ടെന്ന്. സീതാലക്ഷ്മിയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുമ്പോ പുച്ഛമായിരുന്നല്ലോ നിനക്ക്. എന്നാൽ ഇത് അവരയച്ചു തന്നാണെന്ന് പറഞ്ഞാൽ എന്റെ മോള് വിശ്വസിക്കോ? എങ്കിൽ അതാണ് സത്യം. ഇതൊരു തരം വൃത്തികെട്ട ഏർപ്പാടാ. ഏതാണ് വൃത്തികെട്ട ഏർപ്പാട്? നിങ്ങളറിയാതെ അവരിതൊക്കെ പകർത്തിയതാണോ അതോ നീയോ അവനും കൂടി കാണുകയും സംസാരിക്കുകയും ചെയ്തതാണോ? വിശാൽ ആരാന്ന് നന്നായിട്ട് അറിയാലോ മാഡത്തിന്. എന്നിട്ടും മാഡം പോയി കണ്ടല്ലോ. ഞാൻ പോയി കണ്ടതൊന്നും അല്ല. വഴിയിൽ വെച്ച് അവിചാരിതമായിട്ട്. മനഃപൂർവ്വം കണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ഇവര് കാണണ്ടല്ലേ? നീ അതേ പറയൂ. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാഞ്ചനെ. അതൊന്നും നടക്കാൻ പോകുന്നില്ല.